2006 പുറത്തിറങ്ങിയ വളരെ മികച്ച ഒരു അമേരിക്കൻ ഫാന്റസി കോമഡി ഫിലിമാണ് നൈറ്റ് അറ്റ് ദി മ്യൂസിയം. ഒരു മ്യൂസിയത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം രാത്രിയാകുമ്പോൾ ജീവൻ വയ്ക്കുന്ന തീമിനെ ആസ്പദമാക്കി ഇറക്കിയ മികച്ച ഒരു മൂവിയാണിത്. കേരളത്തിലെ 90s കിഡ്സിന് കുട്ടിക്കാലം മനോഹരമായി മാറിയ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മ്യൂസിയമാണ്. അവിടെ പലതരത്തിലുള്ള മെഴുകു പ്രതിമകളും രാജാക്കന്മാരുടെ പ്രതിമകളും ഗോത്രവർഗക്കാരുടെ പ്രതിമകളും മൃഗങ്ങളുടെ പ്രതിമകളും എല്ലാം ഉണ്ട്. ഈ മ്യൂസിയമാണ് സിനിമയിലെ പ്രധാന ഹൈലൈറ്റ്. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ ലാരിയാണ്. അവൻ അന്ന് നേരെ വീട്ടിലേക്ക് വരികയും എന്റെ ഇപ്പോഴത്തെ ജോലിയും പോയെന്ന് വൈഫിനോട് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവന്റെ അളിയൻ അവിടേക്ക് വരികയും അവനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ 10 വർഷമായിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ജോലി ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോലി മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ലോക്കൽ ജോലികളൊന്നും പറ്റില്ലെന്നും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജോലിയെ എന്നെ കൊണ്ട് കഴിയുള്ളൂ എന്നും അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ലാരി പറയുന്നു. ഞാൻ അപ്പുറത്തെ ടൗണിൽ ഒരു ജോലി നോക്കി വെച്ചിട്ടുണ്ട്, നമുക്കിനി അവിടേക്ക് താമസം മാറാമെന്ന് ലാരി പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, നമ്മുടെ മകൻ ഒരു ചെറിയ കുട്ടിയാണ്, മാസാമാസം ഇങ്ങനെ ഓരോരോ വീടും സ്കൂളും ഒക്കെ മാറിക്കൊണ്ടിരുന്നാൽ അവന്റെ പഠിത്തം ഒന്നും ശരിയാവില്ല, അവനൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, അവന് വേണ്ടി നീ ഇപ്പോ ഏതെങ്കിലും ഒരു ജോലിയിൽ സ്ഥിരമായി നിന്നേ പറ്റുള്ളൂ എന്ന് വൈഫ് പറയും. ഇതിനിടെ ഐസ് സ്കേറ്റിങ്ങിന് പോകാനായി അവന്റെ മകൻ അവിടേക്ക് വരികയും ഞാനും നിന്റെ കൂടെ വരാമെന്ന് ലാരി പറയുകയും ചെയ്തു. അങ്ങനെ അന്നവൻ സ്കേറ്റിംഗ് പരിശീലനം നടത്തുകയും ലാരി അവന് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ലാരി അവനോട് സംസാരിക്കുകയാണ്. നമ്മൾ ഇനി വീട് മാറി പോകുന്നതിൽ മോന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ലാരി ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ സ്കൂളിൽ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിരിക്കുകയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വരികയാണ്, ഇനിയും അവിടെ നിന്ന് മാറിയാൽ എനിക്ക് ഇപ്പോഴുള്ളത് പോലത്തെ കൂട്ടുകാരെ ഒന്നും കിട്ടിയെന്ന് വരില്ല, എന്റെ പഠിത്തത്തിലും നല്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയാൽ പിന്നെ ഭാവിയിൽ അച്ഛനെ പോലെയാവും ഞാനും, പല പല ജോലികളിലും മാറി മാറി നടക്കേണ്ടി വരും, എന്റെ അങ്കിളിനെ പോലെ നല്ല ഒരു ജോലിയിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഇവിടെ നിന്ന് മാറുന്നില്ലെന്ന് ലാരി അവനോട് പറയും. അങ്ങനെ അന്ന് തന്നെ അവൻ പോയി ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ എനിക്ക് നാളെ തന്നെ ഒരു ജോലി വേണമെന്നും എത്ര കഷ്ടപ്പാടുള്ള എങ്ങനത്തെ ജോലിയായാലും ഞാൻ ചെയ്തോളാമെന്നും അവൻ പറയുകയും നീ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലിയുണ്ട്, നീ ഇതും കൊണ്ട് ടൗണിലെ മ്യൂസിയത്തിൽ ചെന്നാൽ മതിയെന്ന് അവർ പറയും. അങ്ങനെ അവൻ നേരെ ആ മ്യൂസിയം കണ്ടുപിടിച്ച് അതിന്റെ മുന്നിലെത്തുകയും അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ നേരെ നടന്നു ചെന്ന് അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയോട് കാര്യം പറയുമ്പോൾ എന്റെ പേര് റബേക്കയാണെന്നും ഈ മ്യൂസിയത്തിലെ ഗൈഡാണെന്നും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്നും അവൾ പറയുന്നു. അവർ ഉള്ളിലേക്ക് പോകുന്നതിനിടെ അവിടെ ഒരു പ്രതിമ കാണുമ്പോൾ ഇത് അമേരിക്കയുടെ 26ാമത്തെ പ്രസിഡന്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. ഇതിനിടെ മ്യൂസിയം ഡയറക്ടർ അവിടേക്ക് വരികയും നീയാണല്ലേ പുതിയ ജോലിക്കാരൻ, ഈ മ്യൂസിയത്തിലുള്ള ഓരോ സാധനങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഒരുപാട് കാലത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്, ഇതിനൊന്നും ഒരു പോറൽ പോലും പറ്റാൻ പാടില്ലെന്നൊക്കെ അയാൾ പറയും. അങ്ങനെ സെക്യൂരിറ്റി ആയിട്ടാണ് അവന് ജോലി കിട്ടിയിരിക്കുന്നത്. അതുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ സെക്യൂരിറ്റി അവനെ ക്ഷണിച്ച് ഉള്ളിലേക്ക് വിളിക്കുകയും അയാളുമായി മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. ശേഷം അവിടുത്തെ മറ്റ് 2 സെക്യൂരിറ്റികളെ കൂടി അയാൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇവനാണ് ഇവിടുത്തെ പുതിയ നൈറ്റ് ഗാർഡ് എന്ന് പറയുകയും ചെയ്യുന്നു. അന്ന് വൈകിട്ട് ആളുകളെല്ലാം പോയി കഴിഞ്ഞ് അവിടുത്തെ ഓരോ കാര്യങ്ങളെ പറ്റിയും അയാൾ ലാരിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ സ്ഥലം ആഫ്രിക്കൻ മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലമാണ്, ഈ സ്ഥലമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്നൊക്കെ അയാൾ പറയും. അങ്ങനെ അവിടുത്തെ ഓരോ പ്രതിമകളും എന്തൊക്കെയാണെന്ന് അയാൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ശേഷം അവനോട് നാളെ കൃത്യം 5 മണിക്ക് തന്നെ ഡ്യൂട്ടിക്ക് വരാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ യൂണിഫോം ഒക്കെ വാങ്ങി പുതിയ ജോലിക്കായി തയ്യാറായിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ കൃത്യം അവൻ ജോലിക്കായി മ്യൂസിയത്തിലേക്ക് ചെല്ലുന്നു. അവർ അവന് താക്കോലും ടോർച്ചും കയ്യിൽ കൊടുക്കുകയും ഈ മാനുവൽ കൂടി നീ പിടിച്ചോളാൻ പറയുകയും ചെയ്യുന്നു. നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇതിൽ നോക്കി അതുപോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് അവർ പറയുന്നു. അവൻ ഇതൊക്കെ കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലാണ്, ഇവിടെ വന്നിട്ടുള്ള പലരും നൈറ്റ് ഡ്യൂട്ടി വേണ്ടെന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോയിട്ടുള്ളവരാണ്, നീയെങ്കിലും ഇതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാം, രാത്രി ഇവിടെ നിന്നൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല, അത് പ്രശ്നമാണെന്ന് അയാൾ പറയും. എന്ന് വെച്ചാൽ എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി കളയുന്നു. അങ്ങനെ അവൻ പതിയെ നടന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് മെയിൻ ടേബിളിലേക്ക് ചെല്ലുകയും അവിടെ ഇരുന്ന ഫോൺ എടുത്ത് സംസാരിച്ച് നോക്കുമ്പോൾ മ്യൂസിയം മൊത്തം കേൾക്കുന്നതായി മനസ്സിലാവുകയും അവൻ അങ്ങനെ അതിലൂടെ പല പല ശബ്ദമൊക്കെ ഉണ്ടാക്കി സമയം പോവാനായി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് അവൻ അവിടെ ഇരുന്ന് സുഖമായി ഉറങ്ങുന്നു. കുറെ കഴിഞ്ഞ് അവൻ മറിഞ്ഞ് താഴെ വീഴുകയും പതിയെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെച്ച ശേഷം പതുക്കെ ആ ഹാളിലൂടെ നടന്ന് നേരെ മൂളിപ്പാട്ടൊക്കെ പാടി ടോയ്ലറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ നേരെ തിരിച്ചു വന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുന്ന ദിനോസറിന്റെ പ്രതിമ കാണാനില്ല. അവന് ആകെ കൺഫ്യൂഷൻ ആവുകയും അവൻ മറ്റ് സെക്യൂരിറ്റികളെ അവിടെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ വിളിച്ചു നോക്കുകയും ചെയ്യും. അവന് തോന്നുന്നതാണോ എന്നറിയാനായി അവൻ തപ്പിയൊക്കെ നോക്കുമെങ്കിലും അവിടെ സാധനമില്ല. ഇതിനിടെ അപ്പുറത്തെന്തോ ശബ്ദം കേൾക്കുകയും അവൻ പതിയെ അവിടേക്ക് നടന്നു ചെന്ന് ആ ശബ്ദം എന്താണെന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു.
ആ ദിനോസർ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഇതോടെ ടോർച്ച് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ഉടൻ ദിനോസർ അവന്റെ നേർക്ക് തിരിയുകയും ചെയ്യുന്നു. അവൻ ഓടുമ്പോൾ അത് പിറകെ വരികയാണ്. അവൻ എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഡോർ ലോക്കാണ്, അത് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ പിന്നെയും ഓടിച്ചെന്ന് ആ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. ദിനോസർ നോക്കിയിട്ട് അവനെ അവിടെയെങ്ങും കാണുന്നില്ല. ഈ സമയം കൊണ്ട് അവൻ ഫോൺ എടുത്ത് സിസേൽ എന്ന സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അയാൾ ഒരു പാർട്ടിക്കിടെ നിന്ന് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവിടുത്തെ ദിനോസർ എന്നെ ആക്രമിക്കാൻ വരികയാണെന്നൊക്കെ അവൻ പറയുമ്പോൾ അയാൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവൻ വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ നിനക്ക് തന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് നോക്കാൻ അയാൾ പറയുന്നു. അവൻ മാനുവൽ നോക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ ടേബിൾ ദിനോസർ കടിച്ച് ദൂരെ എടുത്ത് കളയുകയും അവൻ മാനുവൽ നോക്കുമ്പോൾ എല്ല് എടുത്തെറിയാൻ എഴുതിയിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് ദിനോസറിന്റെ ഒരു എല്ല് താഴെ വീഴുന്നു. അത് അടുത്തോട്ട് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുകയാണ്. പതിയെ അവൻ ആ എല്ല് എടുക്കുകയും ദൂരേക്ക് എറിയുന്നതോടെ അത് എല്ലിന്റെ പിറകെ പോവുകയും ചെയ്യും. ഈ സമയം കൊണ്ട് അവൻ ഓടി രക്ഷപ്പെടുന്നതിനിടെ അത് പിന്നെയും മുന്നിൽ വരികയും എല്ല് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം അത് അവന്റെ അടുത്തേക്ക് വന്ന് എല്ലെടുക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇത് പട്ടിക്ക് ബാളിട്ട് കൊടുക്കുന്നത് പോലെയാണെന്ന് അവന് മനസ്സിലാവുന്നത്. എല്ലെടുത്ത് എറിയാൻ അത് തയ്യാറായി നിൽക്കുകയാണ്. ഇതോടെ അവനതെടുത്ത് പിന്നെയും ദൂരേക്ക് എറിയുമ്പോൾ അത് എല്ലെടുക്കാനായി ഓടുന്നു. ഇതിനിടെ മറിഞ്ഞു വീണു പോകുന്ന അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുകളിൽ നിന്ന് മാമത്തും അപ്പുറത്ത് നിന്ന് ജീവികളുമൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ കാട്ടുവാസികൾ തീ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ നടന്നു പോകുന്നതിനിടെ അവിടെ ഒരു ഈസ്റ്റർ ഐലൻഡ് ഹെഡ് ഇരുന്ന് അവനോട് എനിക്കിപ്പൊ തന്നെ ബബിൾക്കം വേണമെന്നൊക്കെ പറയുന്നു. ഇപ്പൊ എന്റെ ഇല്ലെന്നും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തരാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നതിനിടെ നോക്കുമ്പോൾ പിന്നിൽ നിന്ന് കുറെ ആളുകൾ അവന്റെ നേർക്ക് അവനെ കൊല്ലാനായി വരുന്നതായി കാണുകയും അവൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്യുന്നു. ഓടി ഓടി അവിടുത്തെ ലിഫ്റ്റ് തുറക്കുകയും ഉള്ളിൽ കയറിയ ശേഷം അത് അടയ്ക്കുന്നതിനിടെ അവന്മാർ അത് പിടിച്ച് തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് പുറപ്പെടുകയും അവൻ അവിടെ നിന്നങ്ങ് ഊരിപ്പോവുകയും ചെയ്യുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയാതെ അവൻ നിൽക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റ് ഗ്രൗണ്ടിലെത്തുകയും ആരുമില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. പുതിയ ഒരു സ്ഥലത്തേക്കാണ് അവൻ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി എന്തോ കാത്ത് ആരെയൊക്കെയോ അന്വേഷിച്ചിരിക്കുന്നുണ്ട്. അവൻ അവിടെ ചെന്ന് അവളുടെ പേര് വായിക്കുകയും പേര് വിളിച്ചുകൊണ്ട് അവളോട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. കണ്ണാടി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് എന്താന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ അവൻ ചോദിക്കുമെങ്കിലും അവൾക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ശരിയെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ പോകാൻ ശ്രമിക്കുന്നതിനിടെ മറിഞ്ഞു വീഴുകയും നോക്കുമ്പോൾ അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നതായി കാണുകയും ചെയ്യും. അയാൾ അവന്റെ മുകളിലൂടെ തോക്കിട്ട് വെടിവെക്കുന്നു. നോക്കുമ്പോൾ അവിടെ നിന്ന് മറ്റുള്ളവർ വന്ന് ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. അവൻ ആ യുദ്ധത്തിന്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ഓടുകയും പുറത്ത് കടക്കുകയും ചെയ്യും. അവൻ അവിടെ വെച്ച് ഇൻസ്ട്രക്ഷൻ മാനുവൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ സിംഹങ്ങളെ പൂട്ടിയിട്ടില്ലെങ്കിൽ അത് നിന്നെ തിന്നുമെന്ന് എഴുതിയിരിക്കുകയാണ്. ഇതോടെ അവൻ ഓടിച്ചെന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളിനോട് ഈ സിംഹങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോയി നോക്കാൻ അയാൾ പറയും. അങ്ങനെ അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ മൃഗങ്ങൾ നിൽക്കുകയാണ്. സിംഹങ്ങളെ കണ്ട് അവൻ പേടിക്കുന്നതിനിടെ പുറത്തുനിന്ന ആന അവനെ ഉള്ളിലേക്ക് തള്ളിയിടുന്നു. ഇതോടെ അവൻ അവിടുത്തെ വാതിൽ അടയ്ക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അത് പൂട്ടുകയും ചെയ്യുന്നു. ഇതോടെ അവൻ ഉള്ളിലെ ജീവികളുടെ ഇടയിൽ പെട്ട് നിൽക്കുകയാണ്. അവന്റെ മാനുവൽ ആണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നു. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും ഈ സാധനം എടുത്തുകൊണ്ട് ഞാൻ പൊയ്ക്കൊള്ളാമെന്നും ഒക്കെ അവൻ അവരോട് പറയുകയാണ്. ഇതിനിടെ അപ്പുറത്ത് മറ്റൊരു ഡോറ് കാണുകയും അതുവഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് മാനുവൽ എടുത്ത് അവിടുത്തെ ചെടികളുടെ ഇടയിലൂടെ ഓടി ഓടി നേരെ തൊട്ടപ്പുറത്തെ വാതിലിലൂടെ പുറത്തു കടന്ന് അത് വലിച്ചടയ്ക്കുന്നു. ശേഷം അതിനെ പൂട്ടാനായി താക്കോൽ നോക്കുമ്പോൾ അത് കാണുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ജീവികളെല്ലാം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. ഇതോടെ അവൻ എങ്ങനെയെങ്കിലും അപ്പുറത്ത് കിടന്ന മാനുവൽ പതിയെ എടുത്തു നോക്കുമ്പോൾ നിന്റെ താക്കോൽ കുരങ്ങൻ അടിച്ചുകൊണ്ട് പോയെന്ന് എഴുതിയിരിക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ താക്കോലുമായി ഒരു കുരങ്ങൻ ഇരിക്കുന്നു. അവൻ എങ്ങനെയെങ്കിലും അതിനെ ഇണക്കി താക്കോല് കൈക്കലാക്കാൻ വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ അത് താക്കോലുമായി താഴേക്ക് ഇറങ്ങി വരികയും അവൻ എങ്ങനെയെങ്കിലും അത് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ അതവന്റെ മൂക്കിൽ ആഞ്ഞു കടിക്കുകയും ചെയ്യുന്നു. കടി കൊള്ളുമെങ്കിലും അവൻ താക്കോലുമായി പുറത്തേക്ക് വീണിരിക്കുകയാണ്. ശേഷം അവൻ എഴുന്നേറ്റ് അതിനെല്ലാം അവിടെ പൂട്ടിയിടുന്നു. ഇതിനിടെ അവന്റെ ദേഹത്തേക്ക് എന്തോ വീഴുന്ന കണ്ട് നോക്കുമ്പോൾ ആ കുരങ്ങൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിനെ കുറെ വഴക്കും തെറിയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കുരങ്ങൻ വന്ന് അവന്റെ മാനുവൽ അടിച്ചുകൊണ്ട് പോവുകയും അത് എന്റെ കയ്യിൽ തരാനൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ആ കുരങ്ങൻ അത് വലിച്ചു കീറുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവൻ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമെങ്കിലും അവിടെ സിംഹം നിൽക്കുന്നത് കൊണ്ട് അവന് അതൊന്നും കഴിയുന്നില്ല. ഇതോടെ അവൻ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് നിന്ന് സ്വസ്ഥമായി ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നേരം വെളുക്കാനായി കാത്തിരിക്കുമ്പോൾ അവന്റെ മുഖത്ത് എന്തോ വന്ന് പറ്റും. നോക്കുമ്പോൾ അവിടെ നിന്ന് കുറെ ചെറിയ മനുഷ്യർ അവന്റെ നേർക്ക് അമ്പടിച്ചു വിടുകയാണ്. ഇതോടെ അവൻ അവരുടെ കയ്യിൽ നിന്ന് അമ്പുകളെല്ലാം ഏറ്റുവാങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോൾ ആ കാഴ്ച കാണുന്നു. അവിടെ കുറെ ചെറിയ മനുഷ്യർ നിന്ന് എന്തൊക്കെയോ ചെയ്യും. അവൻ അവിടേക്ക് ചെന്ന് നിന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കുറെ ചെറിയ മനുഷ്യർ അവന്റെ കാലിൽ മുഴുവൻ കെട്ടിട്ടിരിക്കുകയാണ്. ഉടൻ അവർ ആ കെട്ട് മുറുക്കി അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ തള്ളി അതിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. ഉടൻ അവിടെ നേതാവായിട്ടിരിക്കുന്ന ഒരുത്തൻ അവനെ കെട്ടാൻ ഉറക്കെ വിളിച്ചു പറയുകയും കുറെ ആളുകൾ വന്ന് അവന്റെ ദേഹത്ത് കൂടി കയറൊക്കെ ഇട്ട് അവനെ അവിടെ കെട്ടിയിടുന്നു. പെട്ടെന്ന് കുറെ പേർ അവിടേക്ക് വന്ന് എല്ലാ ദിവസവും രാത്രി നീ നമ്മളെവിടെ പൂട്ടി വെച്ചിട്ട് പോകും,
പോവുകയാണ്. അതിന്റെ ശിക്ഷയായി നിന്നെ ഇന്ന് നമ്മൾ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഒരു ട്രെയിൻ തയ്യാറാക്കുന്നു. അവൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ പാഞ്ഞ് അവന്റെ തലയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാറി വളരെ പേടിച്ചു കിടക്കുന്നതിനിടെ ട്രെയിൻ നേരെ വന്ന് അവന്റെ മുഖത്തിടിച്ച് തകർന്നു വീഴുന്നു. ഇതോടെ അവൻ ആ കയറ് മുഴുവൻ വലിച്ചു പൊട്ടിച്ച് ഒരു രാക്ഷസൻ എഴുന്നേൽക്കുന്നത് പോലെ അവിടെ നിന്ന് എണീക്കുന്നു. നോക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു യുദ്ധത്തിനായി ആളുകൾ വന്ന് തയ്യാറായിരിക്കുകയാണ്. അവനെ ഇപ്പോൾ തന്നെ കൊല്ലാൻ അവരുടെ നേതാവ് വിളിച്ചു പറയുമ്പോൾ അവിടെ നിൽക്കുന്നവൻ അവരോട് നീ ഇതിൽ തലയിടണ്ടെന്നും ഇവനെ നമ്മൾ കൊന്നോളാമെന്നും പറയുന്നു. ഇതോടെ ഇവരുടെ ടീമും അവരുടെ ടീമും തമ്മിൽ ശത്രുവാണെന്ന് ലാറിക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലെന്നും ഞാനൊരു സാധാരണക്കാരനാണെന്നും ലാറി അവരോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവർ യുദ്ധം തുടങ്ങുകയും പട്ടപ്പട്ടെ ആയുധങ്ങളെല്ലാം അവന്റെ നേർക്ക് അടിച്ചു വിടുന്നതോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി മാറുകയും ചെയ്യും. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് വന്ന് എന്റെ കൂടെ വരാൻ പറയുന്നു. അവൻ നോക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. അവൻ അയാളോടൊപ്പം ചാടി കയറുകയും അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെ അവനെ ഒരിടത്ത് കൊണ്ട് ഇറക്കിയ ശേഷം എന്റെ പേര് റോസ്വെൽ, 26ാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്ന് അയാൾ പറയും. ഞാൻ ഇവിടുത്തെ നൈറ്റ് ഗാർഡ് ആണെന്ന് ലാരി പറയുമ്പോൾ അയാൾ ഇറങ്ങി തോക്കെടുത്ത ശേഷം എനിക്ക് ഉടൻ തന്നെ വേട്ടയ്ക്ക് പോകണമെന്ന് പറയും. ഉടൻ അവൻ അയാളുടെ കൂടെ ചെന്ന് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നും രാത്രിയാവുമ്പോൾ ഇവർക്കെല്ലാം ജീവൻ വരുന്നത് എന്തുകൊണ്ടാണെന്നും അവൻ ചോദിക്കും. ഇത് കേട്ട് എന്റെ കൂടെ വരാൻ അയാൾ വിളിക്കുന്നു. അയാൾ ചെല്ലുന്നത് മമ്മി കിടക്കുന്ന ഒരു റൂമിലേക്കാണ്. 54 വർഷമായിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വേണ്ടി ഇതിനുള്ളിലെ മമ്മി ശ്രമിക്കുകയാണെന്നും ഇതുവരെ അത് നടന്നിട്ടില്ലെന്നും അയാൾ പറയുകയും ഈ മമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്വർണ്ണക്കട്ടിയാണ് ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമെന്നും അയാൾ പറയും. 1952 ഇതിൽ കിടക്കുന്ന മമ്മിയുടെ ഈ സ്വർണ്ണക്കട്ടി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അന്ന് മുതൽ ഈ മ്യൂസിയത്തിലുള്ള എല്ലാ സംഗതികൾക്കും രാത്രിയായി കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാവും. അത് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അയാൾ പറയും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇവയ്ക്കെല്ലാം ജീവൻ വെക്കുമല്ലേ? ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടെന്നും ചെയ്യേണ്ടതൊക്കെ ബാക്കിയുള്ളവർ ചെയ്തോളുമെന്നും അയാൾ പറയുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ പോയി ഇരുന്നിരിക്കണം. ഇനി എങ്ങാനും ഒരെണ്ണം ഇവിടെ നിന്ന് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അത് മണ്ണായി പോകുമെന്ന് അയാൾ പറയും. ഇനി നിനക്ക് എന്തെങ്കിലും അപകടം വന്നാൽ നീ തന്നെ നിന്നെ സ്വന്തമായി രക്ഷിച്ചോണം. ഞാൻ ഇതുപോലെ എപ്പോഴും വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ പിന്നെയും സംസാരിച്ച് നടക്കുകയാണ്. നീ മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ലെന്നും അവൻ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ഇതായിരിക്കുമെന്ന് അയാൾ അവനോട് പറയും. ശേഷം അയാൾ തന്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയും സാധാരണ പോലെ വാളെടുത്ത് സ്റ്റാച്യു ആവുകയും ചെയ്യുന്നു. ഇത് കണ്ട് പതിയെ അവൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് നോക്കുമ്പോൾ അയാൾ അവനെ ഒന്ന് പേടിപ്പിക്കുന്നു. ഞാൻ ചുമ്മാ തമാശ കാണിച്ചതാണെന്നൊക്കെ അയാൾ പറയുമ്പോൾ വല്ലാത്ത തമാശയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം അവരവരുടെ സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും നേരം വെളുക്കുന്നതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവികളും മനുഷ്യരും എല്ലാം അവരുടെ സ്ഥലത്ത് കയറി നിന്ന് പ്രതിമയാകുകയും ചെയ്യുന്നു. അന്ന് മറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം രാവിലെ തന്നെ വന്ന് ലാരിയെ അന്വേഷിക്കുമ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് വരികയും നീയൊക്കെ എനിക്ക് തന്നത് വല്ലാത്ത പണിയായി പോയെന്നും രാത്രി ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ജീവൻ വരുമെന്ന് നിനക്കൊക്കെ അറിയാമായിരുന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുമൊക്കെ അവൻ പറയുന്നു. നമ്മൾ പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് പറയാഞ്ഞതെന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ ഇന്നലെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഓരോ നിമിഷം എന്റെ ജീവൻ അപകടത്തിലായിരുന്നു. അതുകൊണ്ട് ഇനി ഈ ജോലിക്ക് ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജോലി വിട്ട് പുറത്തേക്ക് വരുന്ന അവൻ നോക്കുമ്പോൾ അവന്റെ മകനും അളിയനും കൂടി നടന്നു വരികയാണ്. നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്ന് ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചെന്നും അപ്പോഴാണ് അച്ഛന്റെ മ്യൂസിയം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതെന്നും അവർ പറയുമ്പോൾ നമുക്ക് മ്യൂസിയം ഒക്കെ വേറൊരു ദിവസം കാണാമെന്നും ഇപ്പോ രാവിലെ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളെന്നും അവൻ പറയുന്നു. ശരി, സമ്മതിച്ചു, എന്നെ എന്തായാലും ഒരു ദിവസം ഉറപ്പായിട്ടും മ്യൂസിയം ഫുള്ളായിട്ടൊന്ന് കാണിക്കണമെന്ന് അവൻ പറയുകയും അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ മകന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൻ ഈ ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുകയും അവൻ പിന്നെയും ഉള്ളിലേക്ക് തന്നെ ചെല്ലുകയും ചെയ്യും. അങ്ങനെ അവൻ അകത്തേക്ക് കയറി ചെന്ന് ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ലെന്നും ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നും പറയുമ്പോൾ അതെന്തായാലും നന്നായിന്ന് അവർ പറയുന്നു. ആ ഇൻസ്ട്രക്ഷൻ മാനുവലിന്റെ കോപ്പി ഒരെണ്ണം കൂടി തരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇവരുടെയൊക്കെ ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ തന്നെ നിനക്ക് ഇതിന്റെയൊക്കെ കൂടെ നിൽക്കാൻ കഴിയുമെന്നും അയാൾ പറയും. നോക്കുമ്പോൾ ഗൈഡായിട്ടുള്ള റെബേക്ക അവിടെ വരുന്നവർക്കെല്ലാം ഓരോ പ്രതിമകളെ പറ്റിയും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവൾക്ക് ഇവിടുത്തെ എല്ലാത്തിനെ പറ്റിയുമുള്ള ഹിസ്റ്ററി അറിയാമെന്ന് അവന് മനസ്സിലാവുകയും അവൻ അവളോടൊപ്പം നടന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവയെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനിടെ അവൾ അവിടുത്തെ ഒരു കുരങ്ങിനെ കാണിക്കുകയും ഇത് വെറും പാവമാണെന്നും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുമെന്നും പറയും. ആ കൊള്ള, കടി വാങ്ങി എനിക്കല്ലേ അറിയാവൂളെന്ന് ലാരി പറയുമ്പോൾ നിങ്ങളെന്താ പറഞ്ഞെന്നൊക്കെ അവർ ചോദിക്കുന്നു. അതൊന്നുമില്ലെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ അവർ പിന്നെയും പറഞ്ഞു പോവുകയും ചെയ്യും. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ അവളെ അടുത്തേക്ക് വിളിക്കുകയും നിനക്ക് ഇവിടുത്തെ എല്ലാത്തിനെ പറ്റി നല്ല അറിവുണ്ടല്ലേ, എനിക്ക് ഇവരെയൊക്കെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, ഇത് കഴിയുമ്പോൾ എന്നോടൊപ്പം ഒന്ന് വരണേന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ പുറത്ത് വെച്ച് അവളോട് അവിടുത്തെ ഓരോന്നിനെ പറ്റിയും ചോദിക്കുകയാണ്. സംസാരിക്കുന്നതിനിടെ അവിടെ കണ്ട ആ പെൺകുട്ടിയെ പറ്റി ഞാൻ 4 വർഷമായി റിസർച്ച് ചെയ്യുകയാണെന്നും അവൾ എങ്ങോട്ട് പോകുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും വഴികാട്ടിയായി വർക്ക് ചെയ്തിരുന്നവളാണെന്നും ഒക്കെ അവൾ പറയുന്നു. അങ്ങനെ അന്ന് അവൻ ലൈബ്രറിയിലൊക്കെ ചെന്നിരുന്ന് മ്യൂസിയത്തിലുള്ള എല്ലാ
എല്ലാ വസ്തുക്കളെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് മ്യൂസിയത്തിലുള്ള പോരാളികളായിട്ടുള്ള ആളുകൾക്ക് മന്ത്രശക്തി വലിയ ഇഷ്ടമാണെന്നൊക്കെ അവന് മനസ്സിലാവുന്നു. അങ്ങനെ കിട്ടുന്ന എല്ലാ സോഴ്സിൽ നിന്നും അവൻ മ്യൂസിയത്തിലുള്ള വസ്തുക്കളെ പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരമായിരിക്കുകയാണ്. അവൻ ആദ്യം തന്നെ ദിനോസറിന്റെ ഒരു എല്ലൊടിച്ചെടുക്കുകയും അത് റിമോട്ട് കൺട്രോൾ കാറിൽ കെട്ടി സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രാത്രി ജീവൻ വന്നയുടൻ തന്നെ അവൻ കാറ് കൺട്രോൾ ചെയ്യുകയും ദിനോസർ അതിന്റെ പിറകെ പോവുകയും ചെയ്യുന്നു. ആ മ്യൂസിയം മുഴുവൻ ചുറ്റി വരുന്ന തരത്തിൽ അവൻ റിമോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാട്ടുവാസികളുടെ അടുത്തേക്ക് ചെന്ന ശേഷം ഇത് ഉപയോഗിച്ചു കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവനൊരു ലൈറ്റർ എടുത്ത് അവരുടെ നേർക്ക് ഇട്ടുകൊടുക്കുന്നു. ശേഷം നേരെ ബബിൾക്കം ചോദിച്ച കല്ലിന്റെ അടുത്തേക്ക് ചെന്ന് വലിയ ഒരു കെട്ട് ബബിൾക്കം അതിന് കൊടുക്കുന്നു. ശേഷം കുള്ളന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അമ്പും മില്ലുമൊന്നും ഏൽക്കാതെ അവരെ ഗ്ലാസിനുള്ളിൽ ഊട്ടിയിടുകയും അവൻ സേഫ് ആവുകയും ചെയ്യുന്നു. എന്നിട്ട് പുറത്തു നിന്ന് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ നേരെ മൃഗങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അത് പൂട്ടാൻ നോക്കുമ്പോൾ അവിടുത്തെ കുരങ്ങൻ വെളിയിലിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് അങ്ങ് ഉള്ളിലേക്ക് കയറിക്കൊള്ളാൻ അവൻ പറയുകയും അത് ചാടി അകത്തേക്ക് കയറുകയും ചെയ്യും. ഉള്ളിൽ ചെന്ന് അത് അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ താക്കോലെടുത്ത് പൊക്കി കാണിക്കുന്നു. ഉടൻ അവൻ ഒറിജിനൽ താക്കോല് പൊക്കി കാണിച്ച ശേഷം അത് അടയ്ക്കുകയും അത് കുട്ടികൾ കളിക്കുന്ന കീ ആണെന്നും ഒറിജിനൽ കീ എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും അവൻ പറയും. എന്നിട്ട് അവൻ അവിടെ നിന്ന് അതിനെ കുറെ നേരം കളിയാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ശേഷം അവൻ നേരെ നടന്ന് പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലുന്നു. ഇന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ളതെല്ലാം എന്റെ കയ്യിൽ കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നും സേഫ് ആണെന്നും അവൻ പറയുന്നു. നോക്കുമ്പോൾ പ്രസിഡന്റ് അവിടെയുള്ള പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്താ അവളെ തന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളോട് ചെന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യം എനിക്കില്ലെന്ന് അയാൾ പറയുകയും പേടിയും കൊണ്ട് നിന്നാൽ ഈ ലോകത്ത് ഒന്നും നടക്കില്ലെന്നും നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പോയി പറയണമെന്നും അവൻ പറയുകയും അങ്ങനെ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും. എന്നാൽ അടുത്തെത്തുമ്പോൾ അയാൾക്ക് അവളുടെ അടുത്ത് സംസാരിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പോയി കളയുന്നു. ഈ സമയം ലാരി സോൾജേഴ്സിന്റെ അടുത്ത് ചെന്ന് വിളിക്കുമ്പോൾ എല്ലാവരും അവനെ ആക്രമിക്കാനായി ചെല്ലുകയും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാനും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്റെ കയ്യിലുണ്ടെന്നും അവൻ പറയുകയും നിങ്ങൾക്ക് എല്ലാവർക്കും മന്ത്രവാദത്തിൽ വലിയ വിശ്വാസമല്ലേ, ഞാൻ വലിയൊരു മന്ത്രവാദിയാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് പൂക്കൾ എടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം മന്ത്രവാദമാണ് കാണിക്കുന്നതെന്ന് കരുതി അവർ അവനെ വിശ്വസിച്ച് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ കാണിക്കുന്നത് മാജിക് ആണ്. അവർക്ക് മാജിക്കിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. അവൻ അടുത്ത ട്രിക്ക് മാജിക്കിലൂടെ കാണിക്കുമെങ്കിലും അത് പാളിപ്പോകുന്നു. ഇതോടെ അവനെന്തോ ഉടായിപ്പാണ് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ അത് പൊക്കുകയും ചെയ്യുന്നു. ഇതോടെ അവനെ ആക്രമിക്കാനായി അവർ വരികയും അവനെ പിടിച്ച് തൂക്കിയെടുത്ത ശേഷം അവനെ ഇപ്പോൾ തന്നെ വലിച്ചു കീറി കൊല്ലാൻ പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് മൃഗങ്ങളുടെ കൂട്ടം വരികയും പേടിച്ചു പോകുന്ന അവർ അവനെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓടിക്കളയുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ നേരെ മുകളിലേക്ക് ഓടുകയും മുകളിൽ ചെന്ന് നോക്കുമ്പോൾ മൃഗങ്ങളുടെ ഗേറ്റ് ആരോ തുറന്നു വിട്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ താക്കോലുമായി അവിടെ കുരങ്ങനിരിക്കുകയാണ്. നീ അതിന്റെ ഇടയിൽ കൂടെ ഇത് അടിച്ചു മാറ്റിയോ, നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കുരങ്ങനെ പിടിക്കാനായി ഓടുന്നു. അതാണെങ്കിൽ പിടികൊടുക്കാതെ ജീവൻ കൊണ്ട് ഓടുകയാണ്. നോക്കുമ്പോൾ ചെറിയ മനുഷ്യരെല്ലാം അവിടെ ഒരു യുദ്ധം തന്നെ തുടങ്ങിയിരിക്കുന്നു. അവൻ അവരുടെയൊക്കെ ഇടയിലൂടെ ചവിട്ടാതെ എങ്ങനെയെങ്കിലും ചെന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് ടീമിന്റെയും നേതാക്കന്മാർ അടികൂടിക്കൊണ്ടിരിക്കുന്നു. അവരെ വിളിച്ചു നിർത്തിയ ശേഷം നിങ്ങളിങ്ങനെ അടികൂടുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്നും ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ലെന്നും ഒക്കെ അവൻ പറയുന്നു. എന്നാൽ അവരതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെയും അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് കുരങ്ങൻ നേരെ ചെന്ന് താക്കോൽ ഉപയോഗിച്ച് അവിടുത്തെ ഒരു ജനൽ തുറന്നിടുന്നു. ശേഷം അവൻ താക്കോലുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അവൻ അതുവഴി ഓടുന്നത് കാണുന്ന ലാറി അതിന്റെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ മറ്റൊരു കാഴ്ച കാണുന്നത്. കാട്ടുവാസികൾ അവൻ കൊടുത്ത ലൈറ്റർ ഉപയോഗിച്ച് ദേഹം മുഴുവൻ തീ കത്തി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതോടെ അവൻ അവിടെ ഇരുന്ന ഫയർ എക്സ്റ്റിങ്ഷർ എടുത്തുകൊണ്ട് വരികയും അവന്റെ ദേഹത്ത് അടിച്ച് ആ തീയൊക്കെ അണയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ മനുഷ്യർ ശാന്തമാവുകയും ദേഹത്ത് എന്താണ് പറ്റിയെന്നറിയാൻ എടുത്ത് തിന്നൊക്കെ നോക്കുകയും ചെയ്യും. ഇതോടെ അവർക്ക് അതിന്റെ ടേസ്റ്റ് വളരെയേറെ ഇഷ്ടപ്പെടുകയും അതിൽ നിന്ന് കുറച്ച് വാരിയെടുത്ത് അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ കിളി മുഴുവൻ പറന്നുപോയി നിൽക്കുകയാണ്. പിന്നെയും താക്കോലും പിടിച്ച് കുരങ്ങൻ നിൽക്കുന്നത് കണ്ട് അവൻ നേരെ അത് മേടിക്കാനായി അതിന്റെ പിറകെ ഓടുന്നു. അങ്ങനെ ഒരിടത്ത് വെച്ച് അതിനെ പിടിച്ചു നിർത്തി താക്കോല് വാങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും ആ കുരങ്ങൻ താക്കോല് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കുരങ്ങൻ അവനെ അടിക്കുകയും ഇതോടെ അവൻ തിരിച്ചടിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് തുറന്നു കിടന്ന ജനലിന്റെ അടുത്തേക്ക് ഒരു കാട്ടുവാസി ചെല്ലുകയും അവൻ ജനലിലൂടെ നോക്കുമ്പോൾ താഴെ തീ കൂട്ടിയിരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് ആ ജനലിലൂടെ താഴേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. ഈ സമയം പ്രസിഡന്റ് വന്ന് നോക്കുമ്പോൾ കുരങ്ങനും ലാരിയും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരികയും കുരങ്ങനിൽ നിന്നാണ് നമ്മളെല്ലാം പരിണമിച്ചുണ്ടായതെന്നും അവരോട് ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടാനോ അടികൂടാനോ പാടില്ലെന്നും ഇത് വെച്ച് നീ അത് തുറക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ സ്നേഹത്തോടെ അതിനോട് താക്കോൽ ചോദിക്കുകയും അത് താക്കോല് കൊടുക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞാലേ ഇതെല്ലാം കേൾക്കുള്ളല്ലേ, എങ്കിൽ നിങ്ങൾ തന്നെ ഇതിനെല്ലാം നോക്കിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയൊന്നും പറയാതെ ഈ മ്യൂസിയം ഇപ്പോൾ വലിയ കുഴപ്പത്തിലേക്ക് പോവുകയാണ്, നീ എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാക്കിയേ പറ്റുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ അങ്ങോട്ടൊന്ന് നോക്കാൻ പ്രതിമ പറയുന്നു. നോക്കുമ്പോൾ അവിടെ ജനല് തുറന്നു കിടക്കുകയാണ്. അവൻ പെട്ടെന്ന് അവിടേക്ക് നടന്നു
തുറന്നു ചെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തൊരുത്തൻ നിൽക്കുകയാണ്. സൂര്യനാണെങ്കിൽ ഉദിക്കാൻ പോകുന്നു. ഇതോടെ അവൻ എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് ഉള്ളിൽ കയറ്റാനായി ആ മ്യൂസിയത്തിലൂടെ വളരെ വേഗം ഓടുകയും ഡോർ തുറന്ന് പുറത്തേക്ക് എത്തുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു വരികയും ചെയ്യുന്നു. ഇതോടെ ആ മനുഷ്യൻ മണ്ണായി അലിഞ്ഞു പോവുകയും ഉടൻ നഗരസഭയുടെ വണ്ടി വന്ന് ആ മണ്ണ് തൂത്തെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ലാരി ആണെങ്കിൽ ആകെ കിളിപോയി നിൽക്കുകയാണ്. അവൻ നേരെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ പ്രസിഡന്റ് താക്കോലുമായി പ്രതിമയായിട്ടിരിക്കുന്നു. അങ്ങനെ അവൻ ആ താക്കോലെടുത്ത് അയാളോട് നന്ദി പറയുന്നു. രാവിലെ ലാരിയുടെ മകൻ കൂട്ടുകാരെയും കൊണ്ട് ഇവിടെയാണ് എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഈ സമയം ഡയറക്ടർ ലാരിയെ അവിടേക്ക് വിളിക്കുകയും നീ ആ സാധനങ്ങളെല്ലാം കണ്ടോ, അതിലെ ഒരുത്തനെ കാണുന്നതുമില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരു ചെറിയ ഫയർ ആക്സിഡന്റ് ഉണ്ടായെന്ന് ലാരി പറയുകയും ഇതൊന്നും നോക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ ഇന്നു മുതൽ നീ ജോലിക്ക് വേണ്ടെന്നും കളഞ്ഞിട്ട് പോവാനും പറയുന്നു. ഇത് കേട്ട് നിന്റെ അച്ഛന്റെ ജോലി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും അവന് ആകെ വിഷമമായി അവിടെ നിന്ന് പോവുകയും ചെയ്യും. മകൻ വന്ന കാര്യമൊന്നും അറിയാതെ ലാരി നേരെ ഡയറക്ടറിന്റെ പിറകെ ചെല്ലുകയും എനിക്ക് ഇതുവരെ എങ്ങനെയാണ് ഈ ജോലി ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നും പക്ഷെ ഇപ്പൊ എനിക്ക് ഏറെക്കുറെ മനസ്സിലായെന്നും ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും ഒക്കെ അവൻ അയാളോട് പറയുന്നു. ഇന്നത്തെ ഒരു രാത്രി കൂടി നിങ്ങൾ എന്നെ ജോലിക്ക് വയ്ക്കാനും ഈ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞു വിട്ടോളാനും അവൻ പറയുകയും ഇന്നത്തെ ഒരു രാത്രി കൂടി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് ലാരി നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പോയി മോനെ ഒന്ന് കാണാൻ വൈഫ് പറയും. അവൻ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മകൻ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ മ്യൂസിയത്തിൽ വന്നിരുന്നു. മുതലാളി നിങ്ങളെ വഴക്ക് പറയുന്നതും ജോലി മതിയാക്കി പോകാൻ പറഞ്ഞതുമല്ല ഞാൻ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ നീ വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നും പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ എന്റെ ജോലിയൊന്നും പോയിട്ടില്ലെന്നും ഞാൻ ഇന്നും അവിടെ ജോലിക്ക് പോകുമെന്നും ഒക്കെ ലാരി പറയുന്നു. ഞാനിത് വിശ്വസിക്കില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇന്ന് രാത്രി ഡ്യൂട്ടിക്ക് നീയും എന്റെ കൂടെ വരാൻ ലാരി പറയുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ലാരി മകനെയും കൊണ്ട് പോവുകയാണ്. യൂണിഫോം ഒക്കെ മാറി റെഡിയായി ലാരി വന്ന് നോക്കുമ്പോൾ റെബേക്ക അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ അവിടേക്ക് ചെന്ന് സമയം കഴിഞ്ഞു എന്നും നീ എന്താ വീട്ടിൽ പോകാത്തെന്നും അവൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രതിമയെ പറ്റിയുള്ള എന്റെ റിസർച്ച് ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് അവൾ പറയുന്നു. അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവളെ പറ്റി പൂർണ്ണമായി പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ലെന്നും അതിനുള്ള ബുക്കുകളൊന്നും നിലവിൽ കിട്ടുന്നില്ലെന്നും ഒക്കെ അവൾ പറയുന്നു. ശേഷം അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ലാരി കുറച്ചുനേരം അവിടെ നിന്ന് ആലോചിക്കുകയും ശേഷം ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന ശേഷം നീ നിന്റെ പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യാനും ഞാനൊരു കാര്യം നിന്നോട് പറയാൻ പോവുകയാണെന്നും ലാരി പറയുന്നു. ഈ മ്യൂസിയത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും രാത്രിയാകുമ്പോൾ ജീവൻ ഉണ്ടാവും. നീ റിസർച്ച് ചെയ്യുന്ന ആ പെൺകുട്ടിക്കും ഇന്ന് രാത്രി ജീവൻ വരും. അപ്പോൾ അവളുടെ കഥയും ഡീറ്റെയിൽസും എല്ലാം നിനക്ക് അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ലാരി പറയുമ്പോൾ നീ എത്രയും പെട്ടെന്ന് പോയി ഒരു ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി കളയുന്നു. ഇതോടെ അവനിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുകയും അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ മകനെ എടുത്ത് റെഡിയാക്കി ഇരുത്തിയ ശേഷം ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലെന്നും നീ തന്നെ കണ്ട് മനസ്സിലാക്കാനും പറഞ്ഞുകൊണ്ട് ലാരി വാച്ചിൽ കൗണ്ട് ഡൗൺ ആക്കുകയും ദേ നോക്കിക്കോ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മോൻ ചോദിക്കുമ്പോൾ ദാ ഇപ്പൊ വരുമെന്നൊക്കെ ലാരി പറയുന്നുണ്ടെങ്കിലും യാതൊന്നും സംഭവിക്കുന്നില്ല. എല്ലാരും ഇറങ്ങി വരാനൊക്കെ അവൻ ഉറക്കെ വിളിച്ചു നോക്കുമെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. പ്രസിഡന്റിന്റെ അടുത്തൊക്കെ ചെന്ന് എന്റെ മോൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർക്കൊന്നും യാതൊരു അനക്കവുമില്ല. അതെല്ലാം പ്രതിമകളാണെന്നൊക്കെ മോൻ പറയുമ്പോൾ പക്ഷേ രാത്രിയാവുമ്പോൾ ഈ മ്യൂസിയത്തിലെ എല്ലാ സാധനങ്ങൾക്കും ജീവൻ വരുമെന്ന് ലാരി പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുമെന്ന് അവൻ ചോദിക്കും. ഇവിടെ ഒരു സ്വർണ്ണക്കട്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൻ പറയുമ്പോൾ സ്വർണ്ണക്കട്ടിയോ അതെവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ ലാരി അവനെയും കൊണ്ട് സ്വർണ്ണക്കട്ടി ഇരിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ കാണുന്നില്ല. ഇവിടെയായിരുന്നു അത് ഉണ്ടായിരുന്നതെന്നും അതാരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും ലാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെയൊക്കെ അന്വേഷിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. ലാരി ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ലാരി പിറകെ ചെന്ന് നോക്കുമ്പോൾ മ്യൂസിയത്തിന്റെ താഴെ നിലയിൽ ആരോ ഉള്ളതായി മനസ്സിലാവുന്നു. ഇതോടെ അവർ നേരെ താഴെ എത്തിയിരിക്കുകയാണ്. അവിടെ സ്വർണ്ണക്കട്ടി ഇരിക്കുന്നത് കണ്ട് പയ്യൻ ഓടിച്ചെന്നത് എടുക്കുമ്പോൾ മറ്റ് സെക്യൂരിറ്റികൾ അവിടേക്ക് വരികയും നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ലാരി ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിൽ തരുന്നതാണ് നല്ലതെന്ന് അവർ പറയും. ഇതോടെ ഇവരാണ് ആ സാധനം അടിച്ചു മാറ്റിയതെന്ന് അവന് മനസ്സിലാവുന്നു. ലാരി നോക്കുമ്പോൾ ആ സ്വർണ്ണക്കട്ടിയിൽ ഒരെണ്ണം ചരിഞ്ഞിരിക്കുകയാണ്. നടുക്കുള്ളത് നേരെയാക്കി വെക്കാൻ അവൻ മകനോട് വിളിച്ചു പറയുകയും അവൻ അത് തിരിക്കുന്നതോടെ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ലാരി നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ജീവികൾക്കും ജീവൻ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആ സെക്യൂരിറ്റികളും നല്ല ആരോഗ്യമുള്ളവരായി മാറിയിരിക്കും. നീ അതുകൊണ്ട് ഓടാൻ ലാരി വിളിച്ചു പറയുകയും പിടിക്കാൻ ശ്രമിക്കുന്ന അപ്പൂപ്പന്മാരെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ അവരവനെ അടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ ചാടി എഴുന്നേറ്റ് വയസ്സായെന്നൊന്നും ഞാൻ നോക്കില്ലെന്ന് പറയുമ്പോൾ അവർ അവനെ ഇടിച്ച് പഞ്ചറാക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ സ്വർണ്ണക്കട്ടി കൊണ്ട് ഇവിടുത്തെ ജീവികൾക്കെല്ലാം ജീവൻ വന്നതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൗവനവും തിരിച്ചു കിട്ടി. എല്ലാ ദിവസവും രാത്രിയാവുമ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരെ പോലെയാവും. അത് എന്നും അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ ഇടിച്ച് പഞ്ചറാക്കും. ശേഷം അവർ അവിടെ നിന്ന് പയ്യനെ തേടി പോയിരിക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് മമ്മി കിടക്കുന്ന റൂമിനകത്തേക്ക് കയറുകയും ആരും കാണാതെ ഓടുന്നതിനിടെ അയാൾ അവനെ പിടികൂടി സ്വർണവും കൊണ്ട് പോകാൻ ശ്രമിക്കുകയും പെട്ടെന്ന് അവിടേക്ക് കയറി വരുന്ന ലാരിയെ അടിച്ചിട്ട ശേഷം അവന്റെ കയ്യിൽ നിന്ന് താക്കോലെടുത്ത് അവരെ രണ്ടുപേരെയും ആ റൂമിനുള്ളിൽ ഊട്ടിയിടുകയും ചെയ്യും. ശേഷം അവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് കുരങ്ങൻ അവിടുത്തെ ഡോറ് തുറക്കുകയും അവിടെയുള്ള മൃഗങ്ങളെല്ലാവരും തുറന്ന ആ
ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരെല്ലാവരും റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയം വാതിലിനുള്ളിൽ കിടക്കുന്ന ലാറിയുടെ അടുത്തേക്ക് പ്രസിഡന്റ് വരുന്നു. അത് കണ്ട് പയ്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയേ പറ്റുള്ളൂ എന്ന് അവൻ വിളിച്ചു പറയുമ്പോൾ, ഇവിടെ നിന്ന് നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി കളയുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാവൽക്കാരായി നിന്ന 2 പ്രതിമകളും അവനെ ആക്രമിക്കാൻ വരികയാണ്. അതിനുള്ളിലാണെങ്കിൽ മമ്മി പുറത്തിറങ്ങാനായി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ അവനൊരു ഐഡിയ തോന്നുകയും പയ്യനെ വിളിച്ചുകൊണ്ട് കാവൽക്കാരുടെയൊക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി നേരെ അവിടേക്ക് ചെന്ന് ആ മമ്മിയുടെ മുകളിലെ കല്ല് മാറ്റുകയും മൂടി തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ അതിനുള്ളിൽ കിടന്ന മമ്മി ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. നിങ്ങളെ ഇതിൽ നിന്ന് തുറന്നത് ഞാനാണെന്നും നിങ്ങളെ ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ അവൻ ആ മമ്മിയോട് പറയും. ഇതോടെ ആ മമ്മി അവരോട് ആജ്ഞ കൊടുക്കുകയും കാവൽക്കാർ രണ്ടുപേരും അടങ്ങുകയും ചെയ്യും. ഇതോടെ ആ മമ്മി അവന്റെ നേർക്ക് തിരിഞ്ഞ ശേഷം പതിയെ എഴുന്നേൽക്കുകയും മുഖത്തെ കെട്ട് അഴിക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അതിൽ ഒരു രാജാവാണ് നിൽക്കുന്നത്. എന്റെ പേര് ആഗ്മൻട്ര രാജാവാണെന്നും എന്റെ പേര് കേട്ടാൽ തന്നെ ശത്രുക്കൾ വിരണ്ടോടുമെന്നുമൊക്കെ അവൻ പറയുകയും ലാരി തന്നെ പറ്റി ആ രാജാവിനോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ ഇതിൽ നിന്ന് പുറത്തെടുത്ത് സ്വതന്ത്രനാക്കിയെന്നും ഇനി ആ സ്വർണ്ണക്കട്ടി കൂടി തന്നാൽ എനിക്ക് എന്റെ സാമ്രാജ്യം തിരിച്ചു കിട്ടുമെന്നും അയാൾ പറയുമ്പോൾ, ആ സ്വർണ്ണക്കട്ടി തരാൻ എനിക്കും ആഗ്രഹമുണ്ടെന്നും പക്ഷെ അതിപ്പോൾ എന്റെ കയ്യിലില്ലെന്നും അത് 3 പേർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണെന്നും അവരെ ഞാൻ കാണിച്ചു തരാമെന്നും അവൻ പറയും. അങ്ങനെ ആ റൂമിന്റെ വാതിലൊക്കെ അവിടുത്തെ കാവൽക്കാർ അടിച്ചു പൊളിക്കുകയും അവർ 3 പേരും പുറത്ത് കടക്കുകയും ചെയ്യുന്നു. ശേഷം ഹാളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് കുറെ പടയാളികൾ അവനവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലാറിയെ ആക്രമിക്കാനായി വരികയും നിങ്ങൾക്കിപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലാറി അവരുടെ നേർക്ക് ഓടുകയും ചെയ്യുന്നു. ശേഷം ഓടി വരുന്ന അവരുടെ നേർക്ക് അവൻ വിളിച്ചുകൊണ്ട് ഓടുകയും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി വിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും. ഇതിനിടെ രാജാവ് അവിടെ ഇടപെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് അവർ കുറച്ചുനേരം സന്ധി സംഭാഷണം നടത്തുകയും ലാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവരുടെ മനസ്സിനെ ഇണക്കിയെടുത്ത് അവർ ഒരു ടീമാവുകയും ചെയ്യുന്നു. ശേഷം ലാറി മറ്റുള്ളവരുടെ അടുത്തേക്ക് തിരിഞ്ഞ് എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ വിളിച്ചു പറയുന്നു. എന്നാൽ അവരാരും ഒന്നും കേൾക്കാൻ തയ്യാറാവാതെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈസ്റ്റർ ഐലൻഡ് ഹെഡ് എല്ലാവരും ഒന്ന് അടങ്ങാൻ ഉറക്കെ വിളിച്ചു പറയുകയും എല്ലാവരും സൈലന്റ് ആവുകയും ചെയ്യും. ഇദ്ദേഹമാണ് അൽമൻട്ര രാജാവ്. ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കട്ടി കാരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും രാത്രിയാകുമ്പോൾ ജീവൻ വയ്ക്കുന്നത്. മുമ്പ് ഇവിടെ ജോലി ചെയ്ത സെക്യൂരിറ്റികൾ ആ സ്വർണ്ണക്കട്ടി അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അത് നേരം വെളുക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും ജീവൻ നഷ്ടമാകും. അതുകൊണ്ട് ഇപ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളുടെ ശത്രുതയൊന്നും പാടില്ല. എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതുവരെ നിങ്ങൾ ശത്രുക്കളായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സഹോദരങ്ങളായി നിന്ന് പോരാടിയേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് അത് ഒറ്റയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ വരാമെന്ന് അവർ പറയുകയും നല്ല ശബ്ദത്തിൽ പറയാൻ അവൻ പറയുമ്പോൾ എല്ലാവരും ആവേശത്തോടെ തയ്യാറാവുകയും ചെയ്യും. ശരി, ഇനി എല്ലാവരും ഇതേ എനർജിയോടുകൂടി പോയി ആ സ്വർണ്ണക്കട്ടി കൊണ്ടുവരാൻ അവൻ വിളിച്ചു പറയും. അങ്ങനെ കുള്ളന്മാരുടെ നേതാക്കൾ രണ്ടുപേരും പുറത്തെത്തിയിരിക്കുകയാണ്. അവർ നേരെ സെക്യൂരിറ്റികളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും വണ്ടിയുടെ കാറ്റ് തുറന്നുവിടുന്ന കുറ്റിയിൽ ആഞ്ഞ് കുത്തുകയും ചെയ്യുന്നു. അതിശക്തമായ കാറ്റ് അവരുടെ നേർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ളവർ തെറിച്ചൊക്കെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ വളരെ ചെറിയ രീതിയിൽ വണ്ടിയുടെ കാറ്റ് തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുത്തനെ പട്ടാളക്കാർ 4 ചുറ്റും നിന്നും പിടികൂടുന്നു. അടുത്തവൻ ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതിമകളെല്ലാം കൂടെ വന്ന് അവനെ പിടികൂടുന്നു. ശേഷം അവരെ രണ്ടുപേരെയും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ലാരിക്ക് വളരെയേറെ സന്തോഷമാവുന്നു. ഈ സമയം മറ്റാരെയും കാണാത്തത് കൊണ്ട് മെയിൻ സെക്യൂരിറ്റി നേരെ വന്ന് പുറത്തു കിടന്ന വണ്ടിയിൽ കയറുകയും പഞ്ചറായ ടയറുമായി പോകാൻ ശ്രമിക്കുകയും ചെയ്യും. ഉടൻ ലാരി അവിടേക്ക് എത്തുകയും അവർ രക്ഷപ്പെട്ടു പോയെന്നും എങ്ങനെ കണ്ടുപിടിക്കുമെന്നും രാജാവ് ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലാരി നേരെ പെൺകുട്ടിയുടെ ചില്ല് മുഴുവൻ എറിഞ്ഞ് തകർക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കട്ടി ഒരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നും അവൻ എങ്ങോട്ടാണ് പോയതെന്നുള്ള വഴി നീ കാണിച്ചു തരണമെന്നും പറയും. അവൾ റിസർച്ച് ചെയ്ത് നോക്കുന്നതിനിടെ അയാൾ പോയ വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. അയാൾ വണ്ടി ഉപേക്ഷിച്ച് പോയെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അവരുടെ പിറകിൽ നിന്ന് അയാൾ ഒരു കുതിരവണ്ടിയുമായി പാഞ്ഞു വരുന്നത് കാണുകയും പെൺകുട്ടിയുടെ നേർക്ക് വരുന്നതിനിടെ പ്രസിഡന്റ് അവളെ രക്ഷിക്കുകയും ചെയ്യും. അയാൾ പോയി കഴിഞ്ഞ് പെൺകുട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രസിഡന്റ് രണ്ടായി മുറിഞ്ഞു കിടക്കുകയാണ്. ലാറി അടുത്തേക്ക് വരുമ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറും മെഴുകല്ലേ എന്നും നീ അയാളുടെ കയ്യിൽ നിന്നത് മേടിച്ച് ഈ മ്യൂസിയത്തെ രക്ഷിക്കാൻ പ്രസിഡന്റ് പറയും. ശരി, എങ്കിൽ നിങ്ങളുടെ കുതിര ഞാൻ എടുക്കുകയാണെന്ന് അവൻ പറയുകയും കുതിരപ്പുറത്തിരുന്ന് അയാളെ പിടിക്കാനായി ലാറി പാഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ പാഞ്ഞു ചെന്ന് അയാളോടൊപ്പം അവൻ എത്തുകയും അത് മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരാൻ വിളിച്ചു പറയുകയും ചെയ്യും. അതൊരിക്കലും നടക്കില്ല. എനിക്ക് വയസ്സായ ജീവിതം വേണ്ട. ഞാൻ എന്നും ചെറുപ്പക്കാരനായി തന്നെ ഇരിക്കണം. അതിന് എനിക്കിതുണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ഒരിക്കലും ഇത് തരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുമ്പോൾ ദോ നിന്റെ മുന്നിൽ ഫിത്തിയെന്ന് ലാറി വിളിച്ചു പറയുകയും ഇത് കേട്ട് പേടിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ അയാൾ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ച് ചെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യും. ഇതോടെ ലാറി വീണ് കിടക്കുന്ന അയാളുടെ അടുത്ത് ചെന്ന് ആ സ്വർണ്ണക്കട്ടി എടുക്കുകയും നമ്മുടെ ജീവിതം ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന്
മറ്റേ രണ്ടുപേരുടെയും കൂടെ ഇയാളെ കൂടി കെട്ടിയിടാൻ പടയാളികളോട് ലാരി പറയുകയും ചെയ്യും. അങ്ങനെ അയാളെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയ ശേഷം ഈ നിൽക്കുന്ന മൃഗങ്ങളെല്ലാം ഇനി എങ്ങനെയെങ്കിലും മ്യൂസിയത്തിൽ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ലാരി പറയുകയും അതിന് നീ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണക്കട്ടി അഡ്മൻട്ര രാജാവിന്റെ കയ്യിൽ അവൻ കൊടുക്കുകയും ചെയ്യും. ഇതോടെ അയാൾ അതെടുത്തു വെച്ച് ഒരു പ്രത്യേക മന്ത്രം ചൊല്ലുകയും ആ സ്വർണ്ണക്കട്ടിയിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ട് എല്ലാ ജീവികളും അവിടെ നിന്ന മൃഗങ്ങളുമെല്ലാം തിരിച്ച് മ്യൂസിയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ ലാരി ഫോൺ എടുത്ത് റബേക്കയോട് എത്രയും പെട്ടെന്ന് മ്യൂസിയത്തിലേക്ക് വരാൻ പറയും. ഈ സമയം പെൺകുട്ടി അവളുടെ കയ്യിലുള്ള മെഴുക് ഉരുക്കി ഒഴിച്ച് പ്രസിഡന്റിനെ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരു ടാക്സി വിളിച്ച് റബേക്ക മ്യൂസിയത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ മൃഗങ്ങളും ജീവികളും എല്ലാം ജീവനോടെ അകത്തേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. അവിടെ ലാരി ആണെങ്കിൽ കയറുന്ന ഓരോരുത്തരെയും പേര് വിളിച്ച് ഉള്ളിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാരെയും കയറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെ പ്രസിഡന്റിനെ അവൻ കാണുകയും അവന് വളരെയേറെ സന്തോഷമാവുകയും ചെയ്യുന്നു. ഇതിനിടെ റബേക്ക അവിടേക്ക് എത്തുകയും ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ മ്യൂസിയത്തിലെ പെൺകുട്ടി അവിടേക്ക് ജീവനോടെ നടന്നു വരികയും ഇത് കാണുന്ന റബേക്ക ഞെട്ടി കിളി പോവുകയും ചെയ്യും. ഇനി നിനക്ക് എന്ത് റിസർച്ച് ചെയ്യണമെങ്കിലും അവളോട് നേരിട്ട് ചോദിച്ചുകൊള്ളാൻ അവൻ പറയുകയും അവളെ റബേക്കയ്ക്ക് ലാരി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാനായി അകത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായി എല്ലാവരെയും ഇരുന്ന സ്ഥലത്തേക്ക് പേര് വിളിച്ച് നമ്പർ എടുത്ത് ലാരി കയറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കാറായിരിക്കുകയാണ്. എല്ലാവരും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവരവരുടെ സ്ഥലങ്ങളിൽ കയറി പ്രതിമയെ പോലെ ഇരിക്കുകയും നേരം വെളുക്കുന്നതോടെ അവരൊക്കെ പ്രതിമയായി മാറുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ ആ മ്യൂസിയത്തിൽ നടന്ന പല കാര്യങ്ങളും വാർത്തയിലും ടിവിയിലും ഒക്കെ വരികയും ഇത് കാണുന്ന ഡയറക്ടർ ഇതെല്ലാം നിന്റെ അറിവോടെയല്ലേ നടന്നതെന്ന് ചോദിക്കുകയും ചെയ്യും. ആണെന്ന് അവൻ പറയുമ്പോൾ എങ്കിൽ ആ താക്കോലും ടോർച്ച് എടുത്തോളാനും ജോലി മതിയാക്കി കൊള്ളാനും അയാൾ പറയുകയും അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച ശേഷം അവർ പുറത്തേക്ക് നടക്കുന്നതിനിടെ ഡയറക്ടർ അവിടുത്തെ കാഴ്ച കാണുകയും ചെയ്യും. അവിടെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ആളുകൾ മ്യൂസിയം കാണാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അയാൾ സാധനങ്ങൾ അവനെ ഏൽപ്പിക്കുകയും നീ ഇനിയും ജോലി ചെയ്തോളാൻ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ അന്ന് മുതൽ രാത്രി എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ലൈറ്റും പാട്ടും എല്ലാം ലാരി അവിടെ സെറ്റ് ചെയ്യുന്നു. അതുവരെ ഉണ്ടായിരുന്ന ശത്രുതയെല്ലാം മാറ്റി അന്ന് മുതൽ എല്ലാ രാത്രിയും എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. 2006 $110 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $574 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.